ഇത്ര ഇൻട്രോവേർട്ടായ ഒരാളോട് നമ്മളെപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് മിണ്ടാത്ത, നീ എന്തിനാണ് പിക്നിക്കിന് പോകാത്ത, നീ എന്താണ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാത്തത്? പക്ഷെ ഇവനെ കൊണ്ട് ഈ ബുദ്ധിമുട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊക്കെ കൂടി മിണ്ടായിരിക്കാൻ പാടില്ലേ? അവനൊരു കാലത്തും പറയാത്ത വർത്താനം കൊണ്ട് അവനെ പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മിണ്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയും മിണ്ടായിരിക്കാൻ പാടില്ല. ഇതിനൊക്കെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നേ, എല്ലാവർക്കും ഒരു സ്പേസ് വേണ്ടേ? എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മുൻഗണനകൾ തന്നെ മാനദണ്ഡമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. ഒരാൾ മിണ്ടില്ല, ഇപ്പൊ എന്താ കുഴപ്പം? മിണ്ടുന്നവരെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ ബോബീച്ചൻ പറഞ്ഞ എത്രയോ കറക്റ്റാണ്. നമ്മൾ വെക്കുന്ന മുൻഗണനകളൊക്കെ ശരിയാണെന്ന് വാശി പിടിക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ശിഷ്യന്മാർ വന്നിട്ട് ഈശോ എടുത്ത് പരാതിപ്പെടുവാണ്. ഞങ്ങൾ പറയുന്ന പോലെ അവർ ചെയ്യുന്നില്ല, നമ്മളെ അവർ അനുഗമിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരെ തടഞ്ഞു. ഈശോ പറയാണ് അവരെ തടയണ്ട. നമ്മൾ വെക്കുന്ന മുൻഗണനകൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുന്നതാണ്, മറ്റുള്ളവരെ അവൻ്റെ കുറവുകളോടും അവൻ്റെ സാധ്യതകളോടും കൂടെ നമ്മൾ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയത. അതിന് എളിമയുണ്ടാകണം.